ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ വെൻ എ സ്നെയിൽ ഫോൾസ് ഇൻ ലവിൻ്റെ 12ാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ ഒരു ക്രൈം സീനാണ് കാണിക്കുന്നത്. ആ ക്രൈം സീനിൽ വന്നത് നമ്മുടെ സെന്നിൻ്റെ കൂടെ ഒരു പെങ്കൊച്ചിനെ കണ്ടില്ലായിരുന്നോ? ആ പെങ്കൊച്ചിൻ്റെ പേര് വന്നിട്ട് ലീന എന്നാണ്. ആ പെണ്ണിനെ ആരാണ്ട് കൊന്നിട്ടേക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു പോയ്സൺ വെച്ചിട്ടുള്ള മരണമാണ്. അതുകൊണ്ടാണ് അവൾ നെയിൽസ് എല്ലാം ഇങ്ങനെയുള്ളതെന്നൊക്കെ അവിടെയുള്ള പോലീസുകാരെല്ലാം വന്ന് ബൈൻ്റെ അടുത്തും വിറ്റിയുടെ അടുത്തും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ വന്ന് അവിടെ നിന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മിങ്ങാണെങ്കിൽ നല്ലപോലെ വോമിറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. കാരണം അപ്പോൾ നമ്മുടെ ബൈ ചോദിക്കണം, നീ ഇത്രയും ദിവസം ആയല്ലോ ഇങ്ങനെ ക്രൈം സീനെല്ലാം വിസിറ്റ് ചെയ്യാൻ തുടങ്ങി, ഇപ്പോഴും നിനക്ക് ഇതൊന്നും നോർമൽ ആയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവർ നേരെ വന്നിട്ട് ഇവിടുന്ന് വരികയാണ്. പ്രശ്നം അതല്ല, ഇവരുടെ കയ്യിൽ വന്ന് റെഡ് ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഒരു നമ്പർ എഴുതിയായിരുന്നു. അത് വന്ന് വിറ്റ് ചെക്ക് ചെയ്ത് നോക്കിയപ്പം അത് വന്ന് സെന്നിൻ്റെ നമ്പർ. അതുകൊണ്ട് സെൻ ഒരു സസ്പെക്റ്റ് ആയതുകൊണ്ട് അവനെ ഇൻട്രോഗേഷൻ റൂമിൽ വന്ന് വിളിപ്പിച്ചേക്കുക ചോദ്യം ചെയ്യാൻ. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മുടെ മിങ് അതുപോലെ തന്നെ ലിങ് രണ്ടുപേരും കൂടി ഇവനെ ചോദ്യം ചെയ്യുക കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഈ പെണ്ണിനെ എങ്ങനെയാ അറിയുക അങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പോൾ ഇവൻ പറയണ എനിക്ക് ഈ പെണ്ണിനെ അറിയത്തൊന്നുമില്ല, മാത്രമല്ല നിങ്ങളൊന്നും ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയത്തൂല, എനിക്ക് വന്ന് വിറ്റ് ചോദിച്ചാൽ മാത്രം ഉത്തരം പറയാൻ പറ്റൂ എന്നൊക്കെ സെൻ അവരുടെ അടുത്ത് പറയാം. പിന്നെ അവർക്ക് വേറെ വഴിയില്ല. അവർ പുറത്ത് വന്നിട്ട് ഇത് പറയുന്ന സമയത്ത് വിറ്റ് പറയുന്നത് ശരി അവനെ ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുക. പക്ഷെ അത് ബൈക്ക് ഇഷ്ടമാവാതെ ബൈ പറയാം അതൊന്നും പറ്റത്തില്ല, അവനെ ഡീൽ ചെയ്യാൻ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ബൈ അങ്ങ് അകത്ത് കയറി. എന്നിട്ട് പറയണേ സെന്നിൻ്റെ അടുത്ത് പറയണേ, നിനക്ക് എന്തോരം ധൈര്യം ഉണ്ടോടാ നിനക്ക് ഇങ്ങനെ പറയാൻ, പോലീസുകാരുടെ അടുത്ത് നീ അങ്ങ് കൽപ്പിക്കാനായോ? ഞങ്ങളെ തീരുമാനിക്കുന്ന ആരാ നിന്നെ ഇൻട്രോഗേഷൻ ചെയ്തത്, നീ ഒന്നും ഡിസൈഡ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് ഭയങ്കര ചോദ്യം ചെയ്യുക. എന്നിട്ട് നമ്മുടെ ബൈ ഒരു കാര്യം ചോദിക്കുക, നിനക്ക് നാണം ഉണ്ടോടാ ഈ ഒരു പെണ്ണിനെ ഇങ്ങനെ ഹരാസ് ചെയ്യാന്ന്. അപ്പോൾ അറിയാതെ നമ്മുടെ സെന്നിൻ്റെ വായന്ന് വീണു. ആക്ച്വലി ഞാനൊന്നുമല്ല, അവളെ എന്നെ ഹരാസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ബൈ പറയും, എന്തായാലും വായന്ന് വീണ് പോയില്ല, ഇനി ബാക്കിയും കൂടി നീ തന്നെ പറഞ്ഞേക്കാൻ പറയണം. അപ്പോൾ സെന്നിങ്ങനെ പറയണം, ഞാനൊന്നൊരു വലിയൊരു പ്രൊജക്റ്റിന് വേണ്ടിയായിരുന്നു ആ ഒരു ബാറിൽ മീറ്റപ്പ് ചെയ്തതും. ആ സമയത്ത് ഈ പെണ്ണാണ് എന്നെ ഇങ്ങോട്ട് വന്നിട്ട് അപ്രോച്ച് ചെയ്തതും. പിന്നെ ഞാൻ കുറേ അവോയ്ഡ് ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് വർക്കിൻ്റെ കുറച്ച് പ്രഷറും കാര്യങ്ങളും ഉണ്ട്. ഞാൻ അവിടെ നിന്ന് പോകാൻ നിന്നപ്പം ഞങ്ങൾ ഇച്ചിരി ഡ്രിങ്ക്സ് ഒക്കെ എടുത്തിട്ട് പോകാൻ നിന്നു. അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞ് അറ്റ്ലീസ്റ്റ് നമ്പർ ഒന്ന് തന്നിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ അവളുടെ പെന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ ലിപ്സ്റ്റിക്കാണ് അവളെ എനിക്ക് എഴുതുന്നത്. അതുകൊണ്ടാണ് അവളുടെ കയ്യിൽ ഞാൻ ലിപ്സ്റ്റിക്ക് വെച്ച് എൻ്റെ നമ്പർ എഴുതി കൊടുത്തതെന്നൊക്കെ പറയാം കേട്ടോ. അത് കഴിയുമ്പോഴാണ് ഇവൻ അവിടേക്കുള്ള ക്യാമറ കാണുന്നത് കേട്ടോ. അപ്പോൾ ക്യാമറ കാണുമ്പോൾ ഇവന് മനസ്സിലാണ്, ഓ വിറ്റ് എന്നെ കണ്ടുകൊണ്ടിരിക്കുവാണല്ലോ. അപ്പോൾ പറയണം, വിറ്റ നീ എന്നെ വാച്ച് ചെയ്യുവാന്ന് എനിക്ക് തന്നിട്ട് എനിക്കൊരു ഈ പെണ്ണിൻ്റെ പേരുന്നത് ലീനയോ എന്തോ ഒരു തേങ്ങ. ആ പെണ്ണിനെ എനിക്ക് അറിയാൻ പാടില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് അവളായിട്ട് യാതൊരു ബന്ധവുമില്ല, എൻ്റെ മനസ്സിലെപ്പോഴും നീയാണ് വിറ്റാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ അവളുടെ അടുത്തുള്ള പ്രണയമൊക്കെ പറയും കേട്ടോ. അപ്പം നിൽക്കും ബാക്കിയുള്ളവരിത് കണ്ടുകൊണ്ട് അവിടെ നിൽപ്പുണ്ടല്ലോ, നമ്മുടെ വിറ്റയുടെ കൂടെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ അവർ പറയണം, ഇവനെന്ത് തലയ്ക്കെങ്ങാണ്ട് വല്ല ഊള എങ്ങാണ്ടാണോ ഇവനെന്താ അവിടെ ഇൻട്രോഗേഷൻ റൂമിൽ ഇരുന്നിട്ട് ഈ പ്രണയമൊക്കെ കൺഫ്യൂസ് ചെയ്യുന്നതാണോ ഇല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ സെന്നാണെങ്കിൽ അതിനകത്തുനിന്ന് ബൈനടുത്ത് പറയണത്, അതെന്താ നിങ്ങൾ സബോർഡിനേറ്റിനെ ഡേറ്റ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല, മനസ്സിലായോ, അതൊന്നും വലിയ കാര്യമൊന്നുമില്ല, നിങ്ങളെന്താ ബൈ ഇതൊന്നും സമ്മതിക്കാതെ പറഞ്ഞിട്ട് ആ രീതികളുടെ സംസാരം. അങ്ങനെ ഇൻട്രോഗേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഇവൻ പുറത്തിറങ്ങുന്ന സമയത്ത് വിറ്റയെ കണ്ട് അവർ രണ്ടും കൂടി സംസാരിക്കാൻ നിൽക്കുന്ന സമയത്ത് ബൈ വേഗം അവരുടെ ഇടയിൽ കയറി വന്നിട്ട് വിറ്റ എടുത്തിടണം, നീ പോകുന്നില്ല, നിനക്ക് താണ്ടി പെട്ടെന്ന് മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, വേഗം ചെല്ലും ഈ കേസിനെ പറ്റി ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വിറ്റയെ പറഞ്ഞു വിടുക. അപ്പോഴും നമ്മുടെ സെന്നി ഇവളോട് ചോദിക്കുന്നുണ്ട്, ഒരു ചാൻസ് ഒരു ചാൻസ് ആന്ന്. അപ്പോൾ അവിടെ നടന്നു പോയിട്ട് ആലോചിക്കും, ഓക്കെ ചാൻസ് അല്ലേ ചോദിച്ചു, ചാൻസ് കൊടുത്ത് കളയാമെന്നും പറഞ്ഞിട്ടും ഇവൾ തിരിഞ്ഞ് സെന്നിൻ്റെ അടുത്ത് പറയണം, നിനക്ക് ഞാൻ ഒരു ചാൻസ് തരാം, 3 ഡേറ്റ് ഞാൻ നിനക്ക് തരും, അതിനകത്ത് എൻ്റെ മനസ്സ് കവരാൻ പറ്റുമെങ്കിൽ കവർന്നോ എന്നുള്ള രീതിക്ക് 3 ചാൻസ് കൊടുക്കുക കേട്ടോ. അപ്പം ഇത് കേട്ടോണ്ട് ബൈ വരുമ്പോൾ സെന്നിന് ഇവനെ കാണുമ്പോൾ ഒരു ഇതാണല്ലോ. അപ്പോൾ നേരെ ഇവൻ വന്നിട്ട് വിറ്റ് ഹഗ് ചെയ്യുക കേട്ടോ. താങ്ക് യു, എനിക്ക് അതൊക്കെ മതി എന്നുള്ള രീതിക്ക് സെന്നും പറയാം. അപ്പോൾ നമ്മുടെ ബൈ ഒരു കാര്യം പറയണം, ആക്ച്വലി വിറ്റ നിനക്ക് വന്നിട്ട് ഓൺസൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നീ വരണ്ട, ഇപ്പോൾ പ്രൈമറി സസ്പെക്റ്റ് ആയിട്ടുള്ളത് സെന്നാണല്ലോ, സെന്നിനെ വേണം നീ നാളെ വിട്ടിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സെന്നാണെങ്കിൽ തറയിലൊന്നും അല്ല, അവന് ഭയങ്കര ഹാപ്പി, കാരണം വിറ്റ അവൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഡേറ്റ് ഇതിൻ്റെ കൂടെ നടക്കുമെന്നുള്ള രീതിക്കാണ് അവൻ നിൽക്കുന്നത്. അവിടെ തന്നെ വിറ്റ നാളെ തൊട്ട് ഇനിയിപ്പോൾ സെന്നിന് വാച്ച് ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് നമ്മുടെ വിറ്റയ്ക്ക് കിട്ടുന്നത്. ഇനി അവർ ആ ഒരു മീറ്റിംഗ് റൂമിൽ സംസാരിക്കാൻ തുടങ്ങുവാണ്, മീറ്റിംഗ് റൂമിൽ കൂടുവാണ്. ഇനി മീറ്റിംഗ് റൂമിൽ വെച്ചിട്ട് നമ്മുടെ ബൈ വന്നിട്ട് ഈ കേസിനെ പറ്റിയുള്ള എല്ലാ കാര്യം പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഹാനൊരു കാര്യം പറയണം, ഇത് വന്ന് 3 വർഷത്തിന് മുമ്പുള്ള സീരിയൽ മർഡർ കേസ് പോലെ ഉണ്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് അവിടെ മിങ്ങൊരു കാര്യം പറയാണ്, ഞാനിത് വന്ന് പോലീസ് അക്കാദമിയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു കേസിനെ പറ്റി റിസർച്ച് ചെയ്തായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബൈ വന്ന് വിറ്റോട് ചോദിക്കണം, നിനക്ക് എന്തെങ്കിലും കൺക്ലൂഷൻ പറയാനുണ്ടോ, ഈ കേസിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് വിറ്റ പറയണം, ആക്ച്വലി ഇത് 3 വർഷം മുമ്പത്തെ സീരിയൽ മർഡർ കേസ് ആവാനും ചാൻസ് ഉണ്ട്, കോപ്പിറൈറ്റ് ക്രൈം ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കില്ലർ വന്നിട്ട്
വന്നിട്ട് സെയിം രീതിക്കാണ് എന്ന് വെച്ചാൽ സയനൈഡ് പോയിസൺ കൊടുത്തിട്ടാണ് ഈ പെൺപിള്ളേരെ കൊന്നിട്ടുള്ളത്. മാത്രമല്ല എല്ലാം വന്നിട്ട് യങ് ലേഡീസ് ആയിരുന്നു അന്ന് ആ സീരിയൽ മർഡർ കേസിലുള്ളത്. അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ 3 വർഷത്തെ ഗ്യാപ്പ് വന്നുകൊണ്ട് ഇതൊരു പക്ഷേ കോപ്പി കാറ്റ് ക്രൈം ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ഒരു കാര്യം പറയണം, ഇത് കോപ്പി കാറ്റ് ക്രൈം ആവാനുള്ള ചാൻസേ ഉള്ളൂ, അതൊരിക്കലും പഴയ ഒരാളാവണമെന്നില്ല എന്ന് പറയുന്ന സമയത്തും വിറ്റ് പറയണം ഒരു പക്ഷേ അയാളുടെ ഈ മറ്റേ സീരിയൽ ആ മർഡർ ചെയ്ത ആളില്ലയോ സീരിയൽ കില്ലർ, അയാൾ വന്ന് സൂസൈഡ് ചെയ്ത് പറഞ്ഞിട്ട് ലെറ്റർ വെച്ചിട്ടാണ് പിന്നീട് അങ്ങോട്ട് ഒരു കേസും ഇല്ലാതിരുന്നത്. അപ്പം നമ്മുടെ വിറ്റൊരു കാര്യമാണ് ഒരു പക്ഷേ അയാൾ വന്നിട്ട് ഒരു പക്ഷേ നമ്മളെല്ലാവരും പറ്റിച്ചിട്ട് കുറച്ച് ദിവസം മുങ്ങിയാണെന്നാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡിസ്കഷൻസ് ഓരോന്ന് പോയിക്കൊണ്ടിരിക്കട്ടെ. മാത്രമല്ല നമ്മുടെ മിങ്ങിൻ്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉള്ളതുകൊണ്ട് എല്ലാവരും ഇവിടെ വല്ലാതായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ചീഫാണെങ്കിൽ പയ്യനെ വിളിപ്പിച്ചേക്കുക, കാരണം ഇത് വളരെ വലിയൊരു പ്രശ്നമാകും പോവുക പ്രസ്സിലൊക്കെ. അതിന് മുമ്പേ തന്നെ നിങ്ങൾ ഈ കേസ് സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബൈക്ക് പ്രഷർ കൊടുക്കുവാണ്. ഇവിടുന്ന് സീൻ കട്ടായി കഴിഞ്ഞാൽ മിങ്ങാണെങ്കിൽ ക്യാനലിലൊക്കെ പോയി നിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ലിങ്ക് വന്നിട്ട് അവൾക്കൊരു കേക്കെല്ലാം സെർവ് ചെയ്തിട്ട് ചോദിക്കണം, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആക്ച്വലി നീ പോലീസ് അക്കാദമിയിൽ നിന്നപ്പോൾ നീ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സീരിയൽ മർഡർ കേസ് എടുക്കാൻ കാരണം? വേറെ എത്ര കേസ് ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുന്ന സമയത്തും മിങ് പറയണേ, എനിക്ക് തോന്നി നമ്മുടെ തായ്ലാൻഡിൽ വളരെയധികം മറ്റേ സീരിയൽ മർഡേഴ്സ് കൂടുതലാണ്, സോ അതിനെപ്പറ്റി ഒരു കേസ് എടുത്തതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ലെന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സെയിം ടൈമിൽ ഓൾറെഡി നമ്മുടെ വാസു പറഞ്ഞു കാണുമല്ലോ ഇവിടുന്ന് രക്ഷപ്പെട്ട് നമുക്ക് ഡേറ്റിന് പോകാമെന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വാസു അതുപോലെ തന്നെ രണ്ടുപേരും ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് പോയേക്കുന്നത്. നമ്മുടെ ഒന്നും കണ്ണ് കാണത്തില്ല, അതുകൊണ്ട് തന്നെ അവളെ ആരും അങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടൊന്നുമില്ല. അപ്പോൾ അവൾ ചെറുപ്പത്തിൽ എപ്പോഴും ഒരിക്കൽ മാത്രമേ വന്നിട്ടുള്ളൂ, പിന്നെ അവളുടെ പാരൻസ് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ ഇവള് പറയും കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും അന്നത്തെ ദിവസം മൊത്തം കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യുവാണ്. ഇനി അന്ന് വൈകിട്ടാവുന്ന സമയത്ത് തിരിച്ച് നമ്മുടെ വീട്ടിൽ വരുന്ന സമയത്ത് വാസു അവിടെ വെയിറ്റ് ചെയ്യണം. വാസു പറയണം ഞങ്ങളിങ്ങനെ ഡേറ്റിന് പോയെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വന്നൊരു കാര്യം വാസുവിനോട് ചോദിക്കാം, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളൊരു ഡേറ്റിന് പോകാമെന്ന് വിചാരിക്കും, ആ ഒരു ഡേറ്റിന് ഇതെങ്ങനെ നമ്മൾ റേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെ നല്ലതാണോ ചീത്തയാണോ അങ്ങനെ എങ്ങനെ റേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് വാസു ചോദിക്കണം, സത്യം പറ നീ ക്യാപ്റ്റൻ ബൈൻ്റെ കൂടെ ഡേറ്റിന് എങ്ങാനും പോയിരുന്നു ചോദിക്കുന്ന സമയത്ത് വീട്ടിൽ പറഞ്ഞു അതൊന്നുമല്ല കാര്യം, സെൻ ഇന്ന് എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവന് ഡേറ്റിങ്ങിന് അവൻ്റെ കൂടെ പോകാമെന്ന് ചോദിച്ചെന്ന് പറയുന്ന സമയത്ത് എടുത്തുള്ള വാസു പറയും, ആ പ്ലേ ബോയുടെ കൂടിയാണോ നീ പോകാൻ പോകുന്നത്, അതൊന്നും ശരിയാവത്തില്ലെന്ന് പറയുമ്പോൾ അവിടെ വീട്ടിൽ ഇങ്ങനെ പറയണം, അവനൊരു ചാൻസ് ചോദിച്ചു, ചാൻസ് കൊടുത്തിട്ട് നമുക്ക് പിന്നെ നോ പറയാമല്ലോ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വാസു ഒരു കാര്യമാണ്, നിനക്കൊരു പക്ഷേ അയാളെ ഇഷ്ടമാവുകയാണെങ്കിൽ നിനക്ക് അയാളെ കൂടെ ഇരിക്കുമ്പോൾ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും, നിൻ്റെ ഹാർട്ടൊക്കെ നല്ലപോലെ ഇടിക്കാനായിട്ട് തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ ടിപ്സൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ ഇവർ പിന്നെ മീറ്റിംഗ് റൂമിൽ കൂടുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ബൈ വന്ന് എല്ലാവർക്കും ഡ്യൂട്ടി കൊടുക്കുന്നത്, നിക്കിന് ഹാനൊക്കെ വന്നിട്ട് ഏഗ് വന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിലല്ലേ അവനെ വാച്ച് ചെയ്യാൻ കൊടുക്കുവാണ്. ഇങ്ങനെ വന്നിട്ട് ഇവൻ്റെ കൂടെ കൊണ്ടുപോകാന്ന് പറയുവാണ് തനയുടെ വീട് കാണാനായിട്ട് കേട്ടോ. എന്നുവെച്ചാൽ ആ ഒരു സീരിയൽ കില്ലറില്ല അയാളുടെ വീട് ചെക്ക് ചെയ്യാനായിട്ട് പോകാമെന്ന് പറയണം. ഇനി അവരവിടെ നിന്ന് പോകുന്ന സമയത്ത് നമ്മുടെ വിറ്റ് എടുത്തോണ്ട് ചോദിക്കും എന്തായിരിക്കും, ഞാനും വരട്ടെ എന്നെ കൊണ്ടുപോകുന്നില്ലെന്ന് ചോദിക്കുന്ന സമയത്ത് ബൈ പറയണം, നിനക്ക് എന്താ ഡ്യൂട്ടി വന്നേക്കുന്നത്, സെന്നിനെ വാച്ച് ചെയ്യാനല്ലേ, നീ അവനെ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടും ഇവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഇറങ്ങി വരുന്ന സമയത്ത് ഓൾറെഡി സെന്നെ അവിടെ വന്ന് സോഫയിലൊക്കെ കുത്തിരുന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ബൈ പറയണം, നീ ഇങ്ങനെ പോലീസുകാരോട്ട് അടുത്തിരിക്കുന്നത് നിനക്ക് തന്നെയായിരിക്കും പ്രശ്നം വരുന്നതെന്ന് പറയുമ്പോൾ സെന്നെ പറയണം, ഞാനേ ഒരു കൊതുകിനെ പോലും കൊന്നിട്ടില്ല, പിന്നെ എനിക്കെന്ത് പ്രശ്നം വരാനാണ്, ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ അറിയാമെന്നൊക്കെ പറയാണ്. മാത്രമല്ല എനിക്കിപ്പോൾ ലോട്ടറി അടിച്ചൊരവസ്ഥയായി, അതിനൊക്കെ കാരണം നിങ്ങളാണ് ബൈ എന്നൊക്കെ പറയാം കേട്ടോ. ബൈ വന്ന് വീട്ടെടുത്ത് പറഞ്ഞു, നീ കേട്ടില്ലേ അവൻ പറയുന്നത്, നിന്നെ ഒരു ലോട്ടറി ആയിട്ട് അവൻ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വിറ്റ നീ വന്നിട്ട് ഇവനെ നല്ലപോലെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, ഇവൻ്റെ കൂടെ പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ എല്ലാ കാര്യങ്ങളും അപ്പോൾ എവിടെയാണ് ലൊക്കേഷൻ, എന്ത് ടൈം, ഇവൻ ആരെ മീറ്റ് ചെയ്യുന്നത്, എങ്ങനെ മീറ്റ് ചെയ്യുന്നത്, എല്ലാ കാര്യവും നീ എനിക്ക് അപ്പോൾ റിപ്പോർട്ട് തന്നേക്കണേന്ന് പറഞ്ഞിട്ട് ഇവരെ പറഞ്ഞു വിടും അവിടെ. ഇനിയാണെങ്കിൽ നമ്മുടെ ബൈ അതുപോലെ തന്നെ രണ്ടുപേരും കൂടി പോയിട്ടുള്ള തനയുടെ വീട്ടിലാണ്. അപ്പോൾ ഇവനും വീടെല്ലാം ചെന്നിട്ട് ഇവൻ വന്നിട്ട് അവിടെയുള്ള ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രിഡ്ജ് കാണും കേട്ടോ. അപ്പം ഇവൻ കുറേ കാലമായിട്ട് ഈ തനാന്ന് പറയുന്ന ആൾ മരിച്ചു പോയെന്നും പറഞ്ഞൊരു സൂസൈഡ് നോട്ട് എഴുതിയിട്ടാണല്ലോ അവിടെ നിന്ന് പോയേക്കുന്നത്. അപ്പോൾ അവിടുത്തെ വന്നിട്ട് ആ ഫ്രിഡ്ജ് നോക്കുന്ന സമയത്ത് ഫ്രിഡ്ജെല്ലാം പൊടി പിടിച്ചെടുക്കും, പക്ഷേ അവിടെ ഒരു സ്ഥലം മാത്രം ഒരു ഫോട്ടോ വെച്ച പോലത്തെ ഒരു സ്ഥലം അവിടെ മാത്രം ക്ലീനായി കിടക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ബൈ പറഞ്ഞു, നീ ഇത് കണ്ടോ, ഇത് വന്നിട്ട് ഭയങ്കര കൺഫ്യൂഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഒരു പക്ഷേ അവൻ്റെ ഫാമിലി ഫോട്ടോയോ അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും പേഴ്സണൽ തരത്തിലുള്ള ഒരു ഫോട്ടോ ആയിരിക്കണം, അത് ആരോ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറയണം. മാത്രമല്ല അവൻ ആ ഷെൽഫിൽ നോക്കുമ്പോൾ അതിനകത്ത് മറ്റേ സയനൈഡ് ഇല്ലേ, പോയ്സണായ സയനൈഡ്, അപ്പോൾ അതിൻ്റെ ഒരു കുപ്പി ഇരിക്കുന്നത്, അതെടുത്തിട്ട് മിങ്ങിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, ഇത് നീ ലാബിൽ കൊടുത്തിട്ട് ഇതിൻ്റെ റിപ്പോർട്ട് എടുക്കും, നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, ഇപ്പോഴത്തെ ആ ഒരു പോയ്സണിങ് ഇത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് എടുത്ത് കൊടുക്കുവാണ്.
സീൻ കട്ടായി കഴിഞ്ഞാൽ കാണിക്കുന്നത് വിറ്റ അതുപോലെ തന്നെ സെൻ രണ്ടുപേരും കൂടി വളരെ വലിയൊരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഫുഡ് കഴിക്കാൻ പോകട്ടെ. അപ്പോൾ ആ റെസ്റ്റോറൻറ്റ് വലിയ ലക്ഷറിയസ് ആണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല, പക്ഷെ അവിടുത്തെ ഡിഷുകൾ വളരെ സ്പെഷ്യലാണ്. അപ്പോൾ അവൻ അവിടുത്തെ ഡിഷിനെ പറ്റിയൊക്കെ പുകഴ്ത്തി പറഞ്ഞിട്ട് അതൊക്കെ ഓർഡർ കൊടുത്ത് അവിടെ ഇരിക്കുക. ആ സമയത്ത് അവിടെ 2 പെൺപിള്ളേർ വന്നിട്ട് ഒരു ചെറുക്കനെ ഒരേ സമയം ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര വഴക്ക്, നിന്നെയല്ല കൂടുതൽ ഇഷ്ടം, എന്നെ കൂടുതൽ ഇഷ്ടം, എനിക്ക് അവൻ ഇത് വാങ്ങിച്ചെന്ന് അത് വാങ്ങിച്ചതെന്ന്. നോക്കുന്ന സമയത്ത് എന്തുവാണ് വിറ്റയ്ക്ക് മനസ്സിലാവണം ഒരു ചെറുക്കൻ ഇവർ രണ്ടുപേരും ചീറ്റ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ ഒരേ സമയത്താണ്, പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും 2 ടൈമിങ് വെച്ചിട്ടാണ്. സെയിം ഗിഫ്റ്റുകളൊക്കെയാണ് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ചു കൊടുത്തേക്കുന്നത്. ഇത് ഈ 2 മന്ദബുദ്ധി പെണ്ണുങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷെ അത് കേട്ടോണ്ടിരുന്ന വിറ്റയ്ക്ക് മനസ്സിലായിട്ട് വിറ്റ് അത് ചെന്ന് പറയുവാണ് കേട്ടോ, നിങ്ങൾ രണ്ടുപേരും ഒരേ സമയമാണ് ഡേറ്റ് ചെയ്തേക്കുന്നത്, മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി ടൈം ഷിഫ്റ്റ് വരെ വെച്ചിട്ടാണ് ഡേറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യം പറയാം. അപ്പോഴാണ് നമ്മുടെ സെൻ നോക്കുന്നത്. അപ്പോഴവന് മനസ്സിലാകുന്നത് ഇത് വന്നിട്ട് ഇവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട്സ് ആണ്. ഇവൻ നൈസിന് അവിടെ നിന്ന് മുങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഇവൻ തട്ടി വീഴും കേട്ടോ. അപ്പോൾ ഈ 2 പെൺപിള്ളേർ ഇവനെ കാണും. അപ്പോൾ നേരെ വന്നിട്ട് ഇവൻ്റെ ചെവിക്കൽ നോക്കി പറഞ്ഞാൽ അങ്ങ് പൊട്ടിക്കും കേട്ടോ. അപ്പോൾ വിറ്റയ്ക്കും കാര്യം മനസ്സിലാവും അപ്പോൾ സെന്നാണ് ഇവർ രണ്ടുപേരും ചീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ബോയ് ഫ്രണ്ടെന്ന്. എന്നിട്ടാണെങ്കിൽ ബൈ തിരിച്ച് നമ്മുടെ മിങ്ങിനെ വന്ന് അവൾ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടിറക്കുന്ന സമയത്ത് മിങ് ബൈൻ്റെ അടുത്തൊരു കാര്യം പറയണം. ഞാൻ ഒരു കാര്യം പറയട്ടെ ക്യാപ്റ്റൻ, സത്യം പറഞ്ഞാൽ നിങ്ങൾ വന്ന് വിറ്റ ഇഷ്ടമാണെങ്കിൽ അത് നേരിട്ട് പറയുമായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ ഇപ്പോൾ സെന്നിന് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് നിങ്ങൾ അധികം വൈകിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വിറ്റ് വന്ന് സെന്നിനെ പ്രേമിക്കാനുള്ള ചാൻസ് ഉണ്ടോണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് ബൈ പറ അതൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് മിങ്ങിനെ അവിടെ നിന്ന് ഇറക്കി വിടുക കേട്ടോ. എന്നിട്ടാണെങ്കിൽ നേരെ ഇവിടുന്ന് റെസ്റ്റോറൻറ്റ് കാണിക്കുകയാണ്. അപ്പോൾ ഒരുവിധം പ്രശ്നമൊക്കെ തീർന്ന് സെന്നാണെങ്കിൽ കൺവിൻസ് ചെയ്തൊക്കെ ഒന്നും തോന്നുന്നു. എന്നിട്ടാണെങ്കിൽ വിറ്റ് അവിടെ ഇരിക്കുന്ന സമയത്ത് ബൈ വിളിച്ചിട്ട് പറയുകയാണ് നീ ഇപ്പോൾ എവിടെയാണ്, കറക്റ്റ് ലൊക്കേഷൻ എന്താ, എൻ്റെ അടുത്ത് എനിക്ക് എന്താ ഇതൊന്നും അയക്കാതെ പറഞ്ഞിട്ട് ചുമ്മാ ഇതാക്കുക കേട്ടോ. അപ്പോൾ വിറ്റാലേക്ക് ശരി അത് അയച്ചേക്കാന്ന് പറഞ്ഞിട്ട് ഇവള് ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ സെൻ ഒരു ഐഡിയ പറയാണ്, നീ ഒരു കാര്യം ചെയ്യുക സെൽഫി എടുക്കുന്നു പറഞ്ഞിട്ട് സെൽഫി എടുത്തിട്ട് പറയാണ് ഇതിൽ ലൊക്കേഷനും ടൈമൊക്കെ കറക്റ്റ് സേവ് ഇടാം, ഇപ്പോൾ നിനക്ക് സമാധാനമായോ എന്ന് പറഞ്ഞിട്ട് ഇവളോട് നല്ല ക്ലോസ് ആയി നിന്നിട്ട് മറ്റേ കയ്യിൽ ലവ് സിമ്പിളൊക്കെ കാണിക്കത്തില്ലേ, അപ്പോൾ അതുപോലെയൊക്കെ കാണിച്ചിട്ട് ഫോട്ടോ അയക്കിയത്. കാണുന്ന സമയത്ത് ബൈക്കാണെങ്കിൽ എന്തോ വേണമെന്നോടാ, പുറത്തുള്ളവർ മനസ്സിലാക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ കൈമുറുക്കുന്ന ടേബിളെ കൈയിടിക്കുന്ന അവൻ എന്തോ വേണമെന്ന് പറഞ്ഞോടോ ബൈ. നമ്മുടെ സെന്നും വിറ്റി ഒരുമിച്ചുള്ള ഫോട്ടോ കാണുമ്പോൾ ഇവനതൊന്നും സഹിക്കുന്നില്ല. ഇനിയാണെങ്കിൽ സെന്ന് വന്ന് നമ്മുടെ വിറ്റയ്ക്ക് ഒരു ഹെൽപ്പ് ചെയ്തേക്കുക, പകരം ഒരു പ്രോമിസും വാങ്ങിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഡേറ്റിന് ഇവൾ വന്ന് ഇവൻ്റെ കൂടെ പോവുകയാണെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി ഫുട്ടേജ് ഇവൾക്ക് എടുത്തു കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബാറിൽ സെക്യൂരിറ്റി ഫുട്ടേജ് അത് എടുത്ത് കൊടുത്തും ചെയ്തിട്ട് എന്നിട്ടാണ് അവർ വീട്ടിലൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്തും നമ്മുടെ സെന്നെ വന്നിട്ട് ഇവളാണെങ്കിൽ കാര്യമായിട്ടത് നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. നോക്കിയിട്ട് ക്യാപ്റ്റൻ ഇത് കണ്ടോ, ക്യാപ്റ്റൻ ഇത് കണ്ടോന്ന്. പിന്നെ അവൾക്ക് ബോധം വരും സെന്നിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇങ്ങനെ സമയത്ത് സെന്നെ നൈസിനെ കൈവയ്ക്കാൻ നോക്കും. അപ്പോൾ അവൾ തിരിഞ്ഞിട്ട് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്ന് പറയും. അപ്പോൾ ഭയങ്കര കോമഡി. ലാസ്റ്റ് ഇവൾ ഇതൊന്നൊരു ക്ലൂ കണ്ടുപിടിച്ചിട്ട് സെന്നിൻ്റെ അടുത്ത് പറയാണ് ഞാൻ പെട്ടെന്ന് തന്നെ പോവാണ്, പോയെങ്കിലും പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിത് ക്യാപ്റ്റനോട് ഡിസ്കസ് ചെയ്തേ പറ്റത്തുള്ളൂ, ഇതിൽ വളരെ വലിയൊരു വഴിത്തിരിവ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ പോകാൻ നിൽക്കും കേട്ടോ. അപ്പോൾ സെൻ പറഞ്ഞു നീ ഇവിടെ പോകുന്നത് നിൽക്കുന്നു പറയുമ്പോഴും മിറ്റ പറയാതൊന്നും പറ്റത്തില്ല, എനിക്കിത് ഇപ്പോഴേ റിപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങാൻ നിൽക്കും. അപ്പോൾ നമ്മുടെ സെന്ന് പറയണം ഓക്കെ നീ എന്തുമായാലും പോവാ, വണ്ടി വിളിച്ച് വേണ്ടേ പോവാ, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്ത് തരാമെന്ന് പറയുന്ന സമയത്ത് വിറ്റു അത് സമ്മതിക്കുവാണ്. ഈ സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.